ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. എട്ടാം സ്ഥലം, ഈശോ മിശിഹ ജെറുസലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഏഴാം സ്ഥലം നിൽക്കുന്ന ആ സൂക്ക്, കാനസ് സൈറ്റ്, കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ജെറുസലേം മതിൽ നിന്നിരുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് മുകളിലോട്ട് കുത്തനെയുള്ള കയറ്റം, നഗരത്തിന് പുറത്തേക്ക്. ഇടതുവശത്ത് ആദ്യം ജർമ്മൻ ലൂതറൻ ഹോസ്പിറ്റ്സാണ്. അത് കഴിഞ്ഞാൽ ഉടനെ ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ കോൺവെൻറ്റ്, വിശുദ്ധ കലക്കംബോസിൻ്റെ നാമത്തിലുള്ള ഈ ആശ്രമത്തിലാണ് കുരിശുദ്ധ കാലഘട്ടത്തിൽ കബറിട പള്ളിയിലുണ്ടായിരുന്ന സന്യാസികൾ താമസിച്ചിരുന്നത്. ഇവിടെ എട്ടാം സ്ഥലത്തെ ഓർമ്മിപ്പിക്കാനായി ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ആ കല്ലിന് മുകളിൽ ലത്തീൻ കുരിശ്, അവിടെ ഗ്രീക്കിൽ എഴുതി വച്ചിരിക്കുന്നു വിജയം എന്നുള്ള അർത്ഥത്തിൽ നീക്കെ എന്നെഴുതി വച്ചിരിക്കുന്നു. കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന ഒരു കൂട്ടം സ്ത്രീകൾ കർത്താവിൻ്റെ കൂടെ. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ വലിയ പ്രത്യേകതയാണ് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, പുരുഷന്മാരോട് സമാന്തരമായി സ്ത്രീകളെ അവതരിപ്പിക്കുന്നത്. മരണശിക്ഷ കൽപ്പിച്ച് മരണത്തിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി സഹതപിക്കാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ സ്നേഹത്തിൻ്റെ ആഴത്തിൽ, വേദനയുടെ തീവ്രതയിൽ അതെല്ലാം അവർ മറികടക്കുന്നു. കർത്താവിനെ ഓർത്ത് അവർ വിലപിക്കുന്നു. കർത്താവ് അവരെ ആശ്വസിപ്പിക്കുന്നു. ഇവിടെ ഇവരുടെ വിലാപത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, പർവ്വതങ്ങളെ ഞങ്ങളുടെ മുകളിൽ വീഴുക, കുന്നുകളെ ഞങ്ങളെ വിഴുങ്ങുക എന്നൊക്കെ പറയുന്നത് ഹോസിയ പ്രവാചകൻ വിഗ്രഹാരാധകരായ ഇസ്രായേൽ ജനത്തിനെതിരെ പറഞ്ഞ അതേ പ്രവചനമാണ്. കർത്താവ് അവരെ ആശ്വസിപ്പിക്കുന്നു. പച്ചമരത്തോട് അവരിങ്ങനെ ചെയ്തെങ്കിൽ ഉണക്കമരത്തിന് എങ്ങനെ സംഭവിക്കും? പഴഞ്ചൊല്ലാണ്. പച്ചമരം നീതിമാനും നിഷ്കളങ്കനുമായ ജീവദാതാവായ കർത്താവാണെങ്കിൽ ഉണക്കമരം തന്നിഷ്ടക്കാരായ, അനുദപിക്കാൻ താല്പര്യമില്ലാത്ത നഗരവും ആ നഗരത്തിൻ്റെ പ്രമാണിമാരുമാണ്. കർത്താവ് ജെറുസലേം സ്ത്രീകളോട് പറയും, മക്കളെ ഓർത്ത് കരയുക. ഇന്ന് നമ്മളോടും പറയുന്നത് അത് തന്നെയാണ്. തന്നിഷ്ടക്കാരായ, തിരുത്തലുകൾ ഇഷ്ടപ്പെടാത്ത, അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തയുള്ള ഇന്നത്തെയും നാളത്തെയും തലമുറയെ ഓർത്ത് കരയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രാശ്ചിത്ത പ്രവർത്തികൾ ഏറ്റെടുക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.